വാട്ട് ഈസ് സെക്സ്? നമ്മളുടെ നാട്ടിൽ സെക്സ് എഡ്യൂക്കേഷൻ കുറവായതുകൊണ്ട് തന്നെ അറിയില്ല ആളുകൾക്ക് എന്താണ് വിമൻ അല്ലെങ്കിൽ എന്താണ് മെൻ. പക്ഷെ സ്ത്രീയുടെ താല്പര്യം എന്ന് പറയുന്നത് ഇറ്റ്സ് ഡിപ്പെൻഡ്സ് അപ്പോൺ ഹൗ ടു ട്രീറ്റ് എ വിമൻ എന്നുള്ളതാണ്. അവരെ റെസ്പെക്റ്റ്ഫുള്ളി, എസ്പെഷ്യലി ബെഡ്റൂമിൽ അവർ റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരു പുരുഷനാണെങ്കിൽ ഒരു സെക്സ് എന്ന് പറയുന്നത് എത്ര ടൈം ലോങ് ലാസ്റ്റ് ചെയ്യണം? 3 minutes കിട്ടിയാൽ തന്നെ ഇപ്പോൾ ഹെൽത്തി ആണെന്നാണ് പറയുക. പക്ഷേ മോസ്റ്റ് ഓഫ് ദി കേസിൽ പറയട്ടെ, ടൈമിങ് ഇഷ്യൂസ് ഉണ്ട്, സമയക്കുറവ്, പ്രീമെച്യൂർ ഇജാക്കുലേഷൻ ഒക്കെ വരുന്നുണ്ട്. 7 to 8 hours നിങ്ങൾ കറക്റ്റ് ഉറങ്ങിയില്ലെങ്കിൽ, രാവിലെ 2 മണി വരെ 3 മണി വരെ ഫോൺ നോക്കി പിന്നെ കിടന്നുറങ്ങി പിന്നെ എഴുന്നേറ്റ് പിന്നെ ഈ വർക്ക് പ്രഷർ, പുരുഷനെ സംബന്ധിച്ചിടത്തോളം സ്ത്രീയോട് ചോദിക്കുന്നില്ല നീ ഓക്കെ ആണോ. എന്നാൽ ഈ സ്ത്രീകളോട്ട് പറയാനും നാണക്കേടാണ്. കീപ്പ് ഇൻ ടച്ച്, നിങ്ങൾ ബെഡിൽ നിന്ന് മാറിക്കിടക്കാതിരിക്കുക. പിന്നെ ആ ആളില്ലാതെയും ജീവിക്കാമെന്ന് പറയുന്ന, നിങ്ങൾ എന്ത് വഴക്ക് വേണമെങ്കിലും ഉണ്ടായിക്കോ, പക്ഷെ മാറിക്കിടക്കരുത്. വൺസ് നിങ്ങൾ മാറിക്കിടന്ന ബോഡിയും ബ്രെയിനും അത് പഠിക്കും. നിങ്ങൾക്ക് ഡെയിലി 1, 2, 3 ഒക്കെ ആവുകയാണെങ്കിലും അത് പ്രശ്നമല്ല. ടൈം പീരീഡ് വെച്ചിട്ടാണ് സെക്സ് ചെയ്യുക. ഞാൻ വെള്ളിയാഴ്ചയാണ് സെക്സ് ചെയ്യുക. എന്ത് വെള്ളിയാഴ്ച എന്താണ് സെക്സ്? ഒരു നല്ല സെക്സ്, ഒരു ഗ്രേറ്റ് സെക്സ് എന്ന് പറയുന്നത് ആക്ച്വലി റൊമാൻസ് ആയിക്കോട്ടെ, അതിനൊരു പ്രിപ്പറേഷൻ വേണം. ഇപ്പോൾ ഒരു ഹണിമൂൺ ഫേസിൽ എന്തുകൊണ്ടാണ് സെക്സ് നമുക്ക് അടിപൊളിയായിട്ട് ഫീൽ ചെയ്യുന്നത്? ഇപ്പോൾ നമ്മൾ ഇതിനെ അപ്ഡേറ്റ് ചെയ്യുക എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. സെക്സ് അപ്ഡേറ്റ് ചെയ്തില്ലെങ്കിൽ പുരുഷന് മടുക്കും. സ്നേഹം വേറെയാണ്, ക്രഷ് വേറെയാണ്, ലസ്റ്റ് വേറെയാണ്. 2 പേരും എഫേർട്ട് ഇടുന്നിടത്താണ് അടിപൊളി. ഇതിൽ ഒരാൾ മാത്രം എഫേർട്ട് ഇട്ടാലും ബോറാവും. നല്ലൊരു ഡ്രസ്സ് ഇട്ടു, അടിപൊളിയാണ് കേട്ടോ എന്ന് പറയുമ്പോൾ നമുക്ക് ആ ഒരു ദിവസം അടിപൊളിയാവാൻ നമ്മൾ പറയുന്നത് പ്രാരാബ്ദവും പ്രശ്നങ്ങളും, ബെഡ്റൂമിൽ കയറുമ്പോഴൊക്കെ ഈ പ്രശ്നങ്ങളാണ്, ബെഡിൽ എത്തുമ്പോഴാണ് പ്രശ്നങ്ങൾ, അടി പിടി, പിന്നെ മാറിക്കിടക്കുന്നു. പുതുമ നഷ്ടപ്പെട്ടല്ലോ. പുതുമ നഷ്ടപ്പെടുന്ന എന്തിനോട് നേടിയെടുത്തു കഴിഞ്ഞാൽ മനുഷ്യന് തോന്നുന്നതാണ്. ഒരാൾക്ക് ആവശ്യമുണ്ട്, മറ്റൊരാൾക്ക് ഇതില്ല എന്ന് പറയുമ്പോൾ ഇത് വലിയൊരു പ്രശ്നമാണ്. നമസ്കാരം, ഡോക്ടർ സ്പീക്കിങ്ങിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ സൂര്യ സുജി. പോൺ ഹബ് നോക്കി സെക്സ് ചെയ്യുന്ന ആളുകളുള്ള നാടാണ് നമ്മുടേത്. എങ്ങനെ കൃത്യമായി സെക്സ് ചെയ്യണമെന്നറിയാത്ത ആളുകളും നമ്മളുടെ ഇടയിലുണ്ട്. സെക്സിനെ കുറിച്ച് ഒരുപാട് സംശയങ്ങൾ ഉണ്ടായിട്ട് കൂടി ആരോട് ചോദിക്കണമെന്നും എവിടെ ചോദിക്കണമെന്നറിയാത്ത ആളുകളും ഭൂരിഭാഗമുണ്ട്. സെക്സിനെ കുറിച്ച് കൂടുതലായി സംസാരിക്കാൻ, സെക്സ് എഡ്യൂക്കേഷൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് സംസാരിക്കാൻ ഇന്ന് നമ്മളുടെ കൂടെയുള്ളത് കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റും സെക്സ് എഡ്യൂക്കേറ്ററുമായ ഷഫീന ഷൗക്കത്താണ്. വെൽക്കം. നമസ്കാരം. സെക്സ് എന്നത് ഭയങ്കര കൺഫ്യൂസിങ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. സെക്സിനെ കുറിച്ച് തുറന്ന് സംസാരിക്കുന്ന ആളുകളെ കളിയാക്കുന്ന ആളുകളും നമ്മളുടെ ഇടയിലുണ്ട്. നിങ്ങൾക്ക് അടച്ചിട്ട മുറിയിൽ പോയി സംസാരിച്ചൂടെ, എന്തിനാണ് ഇത്രയും ഒളിയും മറയുള്ള ഒരു സബ്ജക്റ്റ് പുറമേ വന്ന് നാണമില്ലാതെ സംസാരിക്കുന്നതെന്ന് പറയുന്ന ആളുകൾ പോലും ഉണ്ട്. സെക്സ് എഡ്യൂക്കേഷൻ സ്കൂളിൽ കൊണ്ടുവരണം എന്ന് പറയുന്ന ഭൂരിഭാഗം ആളുകളും നമ്മളുടെ ഇടയിലുണ്ട്. കൃത്യമായി സെക്സ് ചെയ്യാൻ അറിയാത്ത ആളുകളും ഉണ്ട്. സെക്സിനെ കുറിച്ച് പല പല ഡെഫിനിഷൻസ് ആണ് നമ്മളുടെ ഇടയിലുള്ളത്. സോ ആസ് എ സെക്സ് എഡ്യൂക്കേറ്റർ, വാട്ട് ഈസ് സെക്സ്? ഒരു സെക്സ് എന്ന് പറയുമ്പോൾ ഒരു പക്കാ ഡെഫിനേഷൻ എന്ന് പറയുന്ന പോലെ മേ ബി ബോഡി കണക്ഷൻ ആവാം, അല്ലെങ്കിൽ മൈൻഡുമായിട്ടുള്ള കണക്ഷൻ ആവാം. ബട്ട് ജെൻഡർ വൈസ് ഇപ്പോൾ ഫീമെയിലിനെ എടുത്ത് നോക്കുവാണെങ്കിൽ ഇമോഷണലി ആണ്, പുരുഷൻ പ്രാക്ടിക്കലാണ്. പക്ഷേ സ്ത്രീയെ നമുക്ക് ഒരു സെക്ഷുവലി അപ്രോച്ച് ചെയ്യണമെങ്കിൽ അവളെ ഇമോഷണലി അവൾക്ക് ഓക്കെ ആണ് അല്ലെങ്കിൽ സേഫ് ആണെന്ന് തോന്നിയെടുത്ത് സ്ത്രീയുടെ സെക്സ് വർക്കൗട്ട് ആവുള്ളൂ. പുരുഷൻ അങ്ങനെയല്ല. രണ്ടും നമ്മളെപ്പോഴും വിചാരിക്കുന്ന ഒരു സെക്സ് ചെയ്യാൻ പ്രോപ്പറായിട്ടൊരു വജേനയോ അല്ലെങ്കിൽ ഒരു പെനിസ് മതി എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. പക്ഷേ നമ്മുടെ ബ്രെയിനാണ് ആക്ച്വലി ഒരു സെക്സ് ഓർഗൻ എന്ന് പറയുന്നത്. നമ്മൾ മൈൻഡ് ഓക്കെ അല്ലെങ്കിൽ നമുക്ക് സെക്സ് വർക്കൗട്ട് ആവില്ല. മെൻ്റൽ കണക്ഷൻ വേണം. ഓഫ് കോഴ്സ് നമുക്ക് നമ്മൾ 2 സ്ത്രീകൾ എന്ന രീതിയിൽ നമുക്ക് ഒരാളോട് കണക്ഷൻ തോന്നണമെങ്കിൽ, നമുക്ക് ഒരാളോട് അട്രാക്ഷൻ തോന്നണമെങ്കിൽ നമുക്ക് ആദ്യം ആ ആളോടൊരു ഇഷ്ടം വരണമല്ലോ. അല്ലെങ്കിൽ മെൻ്റലി നമ്മൾ വളരെ സേഫാണ്, അല്ലെങ്കിൽ ഇമോഷണലി നമ്മൾ അവൈലബിൾ ആണ്, ഇമോഷണലി നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന തോന്നുന്നൊരു മനുഷ്യരോടല്ലേ നമുക്ക് ആ ഫീലിംഗ് വരുള്ളൂ. സെയിം തിങ്. അപ്പോൾ ഇത് ഒരിക്കലും ബോഡി ഫിസിക്കൽ കണക്ഷൻ അല്ലെങ്കിൽ സെക്ഷുവൽ ഇൻട്രാക്ഷൻ കണക്ഷൻ എന്നൊക്കെ പറയുന്ന പോലെ എല്ലാം കൂടെ ഒന്നു ചേരുന്നതാണ്. നമുക്ക് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ 5 മിനിറ്റ് കൊണ്ട് ഇന്ന് നമ്മൾ കുറേ കേട്ട് വരുന്നുണ്ട്. ഇന്നത്തെ കുട്ടികൾ ഡെഫിനിഷൻ ഓരോ കാലഘട്ടത്തിലും ഡിഫറെൻ്റ് ആയിട്ടാണ് വരുന്നത്. വളരെ പവിത്രതയോടെ ഉമ്മ വെച്ചാൽ കുട്ടിയാവുമെന്ന് എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ ഇന്നതിനൊക്കെ മാറി വരുന്നുണ്ട്. അപ്പോൾ സെക്സ് എന്ന് പറയുന്നത് ഒരിക്കലും ബോഡി ടു ബോഡി കണക്ഷൻ അല്ല. ഇത് സംതിങ് ഇമോഷണൽ, ഫിസിക്കൽ, മെൻ്റൽ എല്ലാം കൂടി ചേർന്നിട്ടുള്ളതാണ്. സെക്സ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട, അല്ലെങ്കിൽ സെക്സ് ചെയ്യുന്നതിനേക്കാളും മുന്നേ അറിഞ്ഞിരിക്കേണ്ട 5 പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? സെക്സ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് 2 കൂട്ടരും, ബോത്ത് മെയിൽ ആൻഡ് ഫീമെയിൽ. ഒന്ന് പേഴ്സണൽ ഹൈജീൻ.
നമുക്ക് പ്രത്യേകിച്ച് വായ്നാറ്റമുള്ള ഒരാളെ നമ്മൾ ഇഷ്ടപ്പെടുമോ? ഇല്ല. ഇല്ല. വായ്നാറ്റം കൊണ്ട് ഡിവോഴ്സ് ആയിട്ടുള്ള ഒരു കേസ് എൻ്റെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു. കാരണം പറ്റുന്നില്ല, ചിലവർക്ക് ഇവിടെ ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് വരും. അപ്പോൾ സ്മെല്ല് പറ്റാത്ത ആളുകളുണ്ടാവും. അതിന് നമ്മൾ സൈക്കോളജിക്കലി സ്മെല്ല് പറയാം, ഫെർമോൺസ് എന്നാ പറയുക. നമുക്ക് ചില മനുഷ്യരോട് ഒരു അട്രാക്ഷൻ തോന്നും ഒരു സ്മെല്ലിൽ, മണത്തിൽ തന്നെ. അപ്പോൾ ഇത് പറ്റാത്ത മനുഷ്യരുണ്ട്. പ്രത്യേകിച്ച് പേഴ്സണൽ ഹൈജീൻ എന്ന് പറയുന്ന ഒരു ബേസിക് ക്വാളിറ്റിയാണ്. പേഴ്സണൽ ഹൈജീൻ ഇല്ലാത്ത മനുഷ്യരോട് പ്രത്യേകിച്ച് ഓരോരുത്തർക്കും വിയർപ്പ്, അതുപോലെ തന്നെ ബോഡി ഹെയർ റിമൂവ് ചെയ്യാത്ത ആളുകൾ, അതുപോലെ ഡെയിലി കുളിക്കുന്നില്ല, അല്ലെങ്കിൽ നെയിൽ കട്ട് ചെയ്ത്. ഇപ്പോൾ ഒരു വൃത്തിയുള്ള ഒരാൾക്ക്, കുറച്ച് വൃത്തിയുള്ള ഒരാളാണ് വന്നെങ്കിൽ പോലും പ്രശ്നമാണ്. അങ്ങനെ ഭയങ്കര വൃത്തിയുള്ള ആൾക്ക് തീരെ വൃത്തിയില്ലാത്ത ആൾ വന്നാൽ ഇങ്ങനെ സെക്സ് വർക്കൗട്ട് ആവില്ല. അപ്പോൾ പേഴ്സണൽ ഹൈജീൻ ഒന്ന്. പിന്നെ രണ്ടാമത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കമ്മ്യൂണിക്കേഷൻ. നമ്മുടെ പ്രത്യേകിച്ച് സ്ത്രീകൾ ഇത് പറയില്ല, എനിക്ക് സെക്സ് വേണം, എനിക്ക് താല്പര്യമുണ്ട് എന്ന് ഒരിക്കലും ഒരു സ്ത്രീ പറയാൻ ഭയങ്കര മടിയാണ്. ഇപ്പൊ കുറച്ചുകൂടി പറഞ്ഞു തുടങ്ങുന്നുണ്ട്. ഓപ്പൺ അപ്പ് ആയിട്ട് ഇന്നത്തെ കാലത്ത് കുട്ടികൾ പറയുന്നുണ്ട്, ചിലത് തെറ്റിദ്ധരിക്കപ്പെടുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കണക്ട് ചെയ്യണം, മീൻസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം പരസ്പരം. എനിക്ക് ഇന്ന കാര്യങ്ങൾ ഇഷ്ടമാണ്, അല്ലെങ്കിൽ ഇന്ന പൊസിഷൻ ഇഷ്ടമാണ്, അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ ചെയ്താലാണ് എനിക്ക് സാറ്റിസ്ഫൈഡ് ആവുന്നുള്ളൂ എന്നുള്ള ഒരു തുറന്ന ഒരു സംസാരം അത്യാവശ്യമാണ്. പിന്നെ ബേസിക്കലി നമ്മളുടെ നാട്ടിൽ സെക്സ് എഡ്യൂക്കേഷൻ കുറവായതുകൊണ്ട് തന്നെ അറിയില്ല ആളുകൾക്ക് എന്താണ് വിമൻ അല്ലെങ്കിൽ എന്താണ് മെൻ എന്ന് പറയുന്ന ഒരു അണ്ടർസ്റ്റാൻഡിങ് വേണം എന്താണ് എന്നുള്ളത്. അല്ലെങ്കിൽ ആ കറണ്ട് ഇപ്പോൾ ഒരു സ്ത്രീക്ക് എല്ലായ്പ്പോഴും സെക്സിന് മൂടുണ്ടാവില്ല, പുരുഷൻ അങ്ങനെയല്ല. അപ്പോൾ അവരുടെ കറണ്ട് അപ്പോഴത്തെ സ്ഥിതി എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ഒരു സ്ത്രീക്ക് നീ ഓക്കെ ആണോ, കൺസെൻറ്റോടുകൂടി ചെയ്യുക എന്ന് പറയാം. ഈ മൂന്നും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നേരത്തെ ഇപ്പം മാം പറഞ്ഞൊരു സംഭവമുണ്ട്, സ്ത്രീകൾക്ക് എല്ലാ സമയത്തും സെക്സ് ചെയ്യാനുള്ള ഒരു മൂഡ് ഉണ്ടാവില്ല, പക്ഷേ പുരുഷന്മാർക്ക് എല്ലായ്പ്പോഴും സെക്സ് ചെയ്യാനുള്ള ഒരു മൂഡ് ഉണ്ടാവും. അതെന്തുകൊണ്ടാണ്? അല്ല, സ്ത്രീകളെ നമ്മൾ പറയാം എന്താ ഒരു ഹോർമോണിൻ്റെ കളികളാണെന്നാണല്ലോ. കാരണം ഹോർമോണിൻ്റെ പീക്ക് ലെവലിൽ എത്തുമ്പോൾ ഒരു പീരീഡ്സിന് മുൻപ് അല്ലെങ്കിൽ ആഫ്റ്റർ പീരീഡ്സിന് ശേഷം സ്ത്രീക്ക് ഭയങ്കരമായിട്ടുള്ള മൂഡ് സ്വിങ്സ് ഉണ്ടാവും. ഇന്നത്തെ ആളുകൾക്ക് ഇപ്പോൾ പല പല ആളുകളും പറയും 40കൾക്ക് ശേഷം സ്ത്രീകൾക്ക് താല്പര്യമില്ല, അല്ലെങ്കിൽ 30കൾക്ക് താല്പര്യമുണ്ട്. പക്ഷെ സ്ത്രീയുടെ താല്പര്യം എന്ന് പറയുന്നത് ഇറ്റ്സ് ഡിപ്പെൻഡ്സ് അപ്പോൺ ഹൗ ടു ട്രീറ്റ് എ വിമൻ എന്നുള്ളതാണ്. നിങ്ങളുടെ പുരുഷനെ നിങ്ങൾ ഏറ്റവും വേണ്ടപ്പെട്ടു, അല്ലെങ്കിൽ അവരെ റെസ്പെക്റ്റ്ഫുള്ളി, എസ്പെഷ്യലി ബെഡ്റൂമിൽ അവർ റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരു പുരുഷനാണെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിരിക്കും ഒരു സെക്സ് എന്ന് പറയുന്നത്. സെക്ഷൽ കമ്മ്യൂണിക്കേഷനും എളുപ്പമായിരിക്കും. അപ്പോൾ സ്ത്രീയോട് നമ്മൾ, പുരുഷനെന്ന് പറയുന്നത് കാണുന്ന കാഴ്ചയിലാണ് അവൻ്റെ സെക്സ് എന്ന് പറയുന്നത്. പുരുഷന് ഒരിക്കലും ഒരു ന്യൂഡിറ്റി വേണമെന്നില്ല ഒരു സെക്സ് ഫീലിംഗ് വരാൻ വേണ്ടിയിട്ട്. ഒരു ക്ലീവേജോ ബോഡി ഒരു എന്താ പറയുക ഹാഫ് കാലുകൾ കണ്ടാലോ അല്ലെങ്കിൽ ഹെയർ കണ്ടാലോ ഒക്കെ ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം എറക്ഷൻ ആവും. എല്ലാ പുരുഷന്മാരും അങ്ങനെയൊന്നല്ല കേട്ടോ പറയുന്നത്, എന്നാലും മോസ്റ്റ് ഓഫ് ദി കേസിൽ അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ പക്ഷെ സ്ത്രീക്ക് അങ്ങനെയല്ല. സ്ത്രീ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഇമോഷണലി അവർക്ക് വളരെ സേഫാണ്, സെക്യൂർഡ് ആണ്, അല്ലെങ്കിൽ അവൈലബിൾ ആണ് എന്നൊക്കെ തോന്നുന്ന മനുഷ്യരോട് മാത്രമേ ഈ ഫീലിങ്സ് വന്നു. അതാണ് ഡിപ്പെൻസ് വരുന്നത്. പിന്നെ ഈ പറയുന്ന പോലെ സ്ത്രീക്ക് 4 ഫേസസ് ഉണ്ട്, ലൂട്ടിയൽ ഫേസ്, ഫോളിക്കുലർ ഫേസ്, മെൻസ്ട്രൽ ഫേസ്. അപ്പോൾ പല സ്റ്റേജുകളിലും ഇപ്പോൾ മൂഡ് സ്വിങ്സ് ഉള്ള സമയത്ത് വന്നിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീ ഓടിക്കും. അപ്പോൾ ഓരോ സ്ത്രീക്കും ഓരോ രീതിയാണ്. പിന്നെ പറഞ്ഞിരുന്നില്ല, മാരിറ്റൽ ലൈഫ് എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരുപോലെയല്ല. നമുക്ക് എല്ലാവരുടെയും ലൈഫ് ഒരുപോലെയാണ്. ഇപ്പോൾ ഒരു നാർസിസ്റ്റ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റിയാണ് കല്യാണം കഴിച്ചതെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യില്ല. ഒരു ഹൈപ്പർ സെക്ഷൽ ആയിട്ടുള്ള ഒരാളാണ് കല്യാണം കഴിച്ചെങ്കിൽ മടുപ്പ് വരും. കാരണം സ്ത്രീക്ക് ഇങ്ങനെ സ്വിച്ചിട്ട പോലെ ആവില്ല. ഒരു ഫോർ പ്ലേ വേണം, കുറേ സമയം എടുത്തിട്ടൊക്കെ വേണം സ്ത്രീക്ക് അതിലേക്ക് എൻട്രി ആവാൻ വേണ്ടിയിട്ട്. പക്ഷെ പുരുഷന് അങ്ങനെ സമയം വേണ്ട. പുരുഷന് ജാക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവൻ ഓക്കെയാണ്. പക്ഷെ സ്ത്രീക്ക് ആ ഫോർ പ്ലേ, ആഫ്റ്റർ പ്ലേ എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ ഓക്കെ ആണെങ്കിലാണ് ഒരു സ്ത്രീയുടെ സെക്സ് പൂർണ്ണമാകുന്നുള്ളൂ. ഒരു ഹിന്ദി സീരീസ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ സീരീസിൽ ഉള്ളൊരു സീൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഇവർ സെക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ 2 സെക്കൻഡ് ആകുമ്പോഴത്തേക്ക് വൈഫ് ഇങ്ങനെ ഭയങ്കര പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കാവോ, ഇന്ന് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ദിവസമായിരിക്കും, അല്ലെങ്കിൽ ഇന്ന് കുറച്ചുകൂടി സെക്സ് എക്സ്പീരിയൻസ് ചെയ്യാം, കുറച്ചുകൂടി ടൈം ലോങ് ലാസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് നിൽക്കുമ്പോൾ വൈഫ് തന്നെ കൗണ്ട് ചെയ്യാണ് 1 2 3 4 5 ഒക്കെ കഴിഞ്ഞു. ഇത് ഇവർ ഡെയിലി എക്സ്പീരിയൻസ് ചെയ്യുന്നൊരു കാര്യമാണ്. ഇപ്പം നേരത്തെ മാം പറഞ്ഞ പോലെ പുരുഷൻ ഇജാക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതവിടെ കഴിഞ്ഞു. അപ്പോൾ അവിടെ സ്ത്രീക്ക് സംതൃപ്തി ഉണ്ടോ, സ്ത്രീ ഓർഗാസം വന്നോ, ഇതൊന്നും പുരുഷന്മാർ നോക്കുന്നില്ല. അപ്പോൾ ശരിക്കും ഒരു സെക്സ് എന്ന് പറയുന്നത് എത്ര ടൈം ലോങ് ലാസ്റ്റ് ചെയ്യണം?
ഒരു പഠനങ്ങൾ പറയുന്നത് ഒരു പുരുഷൻ്റെ ഒരു ആവറേജ് ടൈം എന്ന് പറയുന്നത് 5 to 7 മിനിറ്റ് ആണ്. പക്ഷെ 3 മിനിറ്റ്സ് കിട്ടിയാൽ തന്നെ ഇപ്പോൾ ഹെൽത്തി ആണെന്നാണ് പറയുക. പക്ഷേ മോസ്റ്റ് ഓഫ് ദി കേസിൽ പറയട്ടെ, ഇപ്പം എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ 2-3 ഇയേഴ്സ് ആയിട്ട് നമുക്ക് വരുന്ന കേസുകളിലെല്ലാം ഈ പറയുന്ന പോലെ ടൈമിങ് ഇഷ്യൂസ് ഉണ്ട്. സമയക്കുറവ്, പ്രീമെച്യൂർ ഇജാക്കുലേഷൻ ഒക്കെ വരുന്നുണ്ട്. അതിൻ്റെ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ലൈഫ് സ്റ്റൈൽ ഉണ്ടല്ലോ, ഒന്ന് ഫുഡ്. നമ്മൾ പ്രീമെച്യൂർ ഇജാക്കുലേഷൻ വരുന്ന ഏത് ഇറക്ടൈൽ ഡിസ്ഫങ്ഷനൊക്കെ ഏതൊരു കേസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാലും അവരുടെ ഉറക്കം നോക്കും, അവരുടെ സൈക്കിൾ 7 to 8 hours നിങ്ങൾ കറക്റ്റ് ഉറങ്ങിയില്ലെങ്കിൽ അത് ശരിക്കും ബാധിക്കും എന്നുള്ളത് തന്നെയാണ് ലൈഫ് സ്റ്റൈലിൽ കേട്ടോ പറയുന്നത്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഉറക്കം കറക്റ്റ് രാവിലെ 2 മണി വരെ 3 മണി വരെ ഫോൺ നോക്കി പിന്നെ കിടന്നുറങ്ങി പിന്നെ എഴുന്നേറ്റ് പിന്നെ ഈ വർക്ക് പ്രഷർ, ഈ സ്ട്രെസ്സ് ഭയങ്കരമായിട്ട് ഇന്നത്തെ ആളുകൾ ആവശ്യവും അനാവശ്യമായിട്ടുള്ള സ്ട്രെസ്സുകൾ എടുക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഈ പുരുഷനെ സംബന്ധിച്ചിടത്തോളം ഈ അവന് സ്ത്രീയോട് ചോദിക്കുന്നില്ല നീ ഓക്കെ ആണോ, എന്നാൽ ഈ സ്ത്രീകളോട്ട് പറയാനും നാണക്കേടാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാനിനി സെക്സ് കൂടുതൽ ആഗ്രഹിച്ചു എന്ന് വിചാരിക്കുമോ, അല്ലെങ്കിൽ അങ്ങനെ മോശമല്ലേ, ഇവൾക്ക് ഇങ്ങനെയൊക്കെയാണ്. എൻ്റെ ഒരു കൗൺസിലിങ്ങിൽ ഒരു പെണ്ണ് ഇതുപോലെ പറഞ്ഞപ്പോൾ എൻ്റെ ഭർത്താവ് പറഞ്ഞു ഇവൾക്ക് ഭയങ്കര ഫീലിംഗ് ആണ്, അല്ലെങ്കിൽ ഇവൾക്ക് മലയാളത്തിൽ പറയില്ലേ കഴപ്പാണെന്നൊക്കെ പറയില്ലേ. അപ്പോൾ ശരിക്കും അതൊരു ബേസിക് നീഡാണ്. ആ സ്ത്രീയുടെ ബേസിക് നീഡ്, അവരുടെ ആവശ്യത്തിന് പോലും അവർക്ക് സെക്സ് കിട്ടുന്നില്ല. അങ്ങനെ ഒരു മന്ത്ലി ഒരു 3 to 5 ഒക്കെ അവർ ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെ ഉള്ള ഭർത്താവാണ് പറയുന്നത് ഈ സ്ത്രീ അങ്ങനെ വിശേഷിപ്പിക്കുന്നത്. അപ്പം അങ്ങനെ പറയുന്നവരടുത്ത് എനിക്ക് സെക്സ് വേണമെന്നൊരു സ്ത്രീക്ക് ധൈര്യം ഉണ്ടാവുമോ? നമ്മുടെ റിലേഷൻഷിപ്പിൽ നമുക്ക് എന്താ വേണ്ടത്? സ്പേസ് വേണ്ടേ? പറയാനുള്ളൊരു സ്പേസ് വേണ്ടേ, എനിക്ക് ഇന്നത് വേണം. ആ സ്പേസ് ഇല്ല എന്ന് തോന്നിയെടുത്ത് ഒരു സ്ത്രീ മിണ്ടില്ല. അപ്പോൾ അങ്ങനെ ഉള്ള സ്ഥലത്ത് എന്തു പറയാനാണ്? അപ്പോൾ ഇതാണ് ലൈഫ്. പിന്നെ കുറേ ആളുകൾ പരാതി പറഞ്ഞു വെച്ചാൽ ചിലപ്പോൾ സെക്ഷൽ എക്സ്പീരിയൻസ് ഉള്ള സ്ത്രീകളുണ്ട്, മേ ബി 1 to 3 ഒക്കെ എക്സ്പീരിയൻസ് ഉള്ള ആളുകളെ സംബന്ധിച്ച് മൾട്ടിപ്പിൾ ആയിട്ടുള്ള ആളുകളായിട്ട് സെക്സ് ഉള്ള ആളുകൾക്ക് ഇത് മനസ്സിലാവും, ഇതല്ല സമയം എന്ന് പറയുന്നത് എന്നുള്ളത് മനസ്സിലാവുന്നവരുടെ ചിലപ്പോൾ പോൺ വീഡിയോസിൽ കണ്ടിട്ട് കുറേ ടൈം കിട്ടും. ഈ പോൺ വീഡിയോസ് കാണുന്നത് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര മിസ്ലീഡ് ചെയ്യുന്നൊരു കാര്യമാണ് ആളുകൾ വിചാരിക്കുന്നത് ഇതാണ് സെക്സ്, അല്ലെങ്കിൽ ഇത്ര സമയമാണ് സെക്സ്. അതിനേക്കാളും കുറച്ചും കൂടെ ഇതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്, ഒരു 4-5 സുഹൃത്തുക്കൾ നിൽക്കുമ്പോൾ പറയും എന്നാൽ 1/2 മണിക്കൂർ ചെയ്തിട്ടാ, അല്ലെങ്കിൽ 1 മണിക്കൂർ ചെയ്തു എന്നൊക്കെ പറയുന്നത് ആക്ച്വലി ഇത് ഇല്ലാത്ത ആളുകൾ കുറച്ചും കൂടെ ഒരു എക്സാജുറേറ്റ് ചെയ്ത് പറയും. അപ്പോൾ ഈ കിട്ടാത്ത മനുഷ്യരൊക്കെ അയ്യോ എനിക്ക് മാത്രമാണ് ഇങ്ങനെ ജീവിതത്തിലുള്ളത് അങ്ങനെ വിചാരിക്കുന്ന എത്രയോ ആളുകളുണ്ട്. ആക്ച്വലി ഒരു 2 to 3 minutes ഒക്കെ, ഒരു 4 minutes ഒക്കെ കിട്ടിയാൽ ഓക്കെയാണ്. അതല്ലെങ്കിൽ നമ്മൾ കണ്ടിന്യൂ ഒരു പൊസിഷനിലൊക്കെ നമ്മൾ ചെയ്യുമ്പോഴാണ് നമ്മൾ കറക്റ്റ് 3 minutes എന്നൊക്കെ പറയുന്നത്. പക്ഷെ നമ്മൾ ഡിഫറെൻറ്റ് പൊസിഷനിലൊക്കെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ടൈമിങ് കിട്ടും. പിന്നെ അതിന് വേണ്ടിയിട്ട് എക്സസൈസ് ചെയ്യണം, നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ മാറ്റം വരുത്തണം, ഒരുപാട് കാര്യങ്ങളുണ്ട്. നേരത്തെ പറഞ്ഞു ഒരു സ്ത്രീ, ഇപ്പോൾ പേഷ്യൻ്റായിട്ട് വന്നൊരു സ്ത്രീ ഹസ്ബൻഡിൻ്റെ അടുത്ത് സെക്സ് ചോദിച്ചപ്പോൾ ആ ഹസ്ബൻഡ് ആ സ്ത്രീയെ വളരെ മോശമായിട്ട് സംസാരിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ കപ്പിൾസ് ഡെയിലി സെക്സ് ചെയ്യണോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഇതിൻ്റെ ഇടയിൽ എപ്പോഴും കേട്ടിട്ടുണ്ടായിരുന്നു. ഡെയിലി സെക്സ് ചെയ്യുന്നത് തെറ്റാണോ, അല്ലെങ്കിൽ അവരുടെ ദാമ്പത്യം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ഡെയിലി സെക്സ് ചെയ്യുന്നതാണ് നല്ലത്? നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ, നിങ്ങളുടെ പാർട്ട്ണർ ഓക്കെ ആണെങ്കിൽ, നിങ്ങൾ മെൻ്റലി ഒക്കെ ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഡെയിലി സെക്സ് ചെയ്യുന്നില്ല. ഡെയിലി സെക്സ് ചെയ്യുന്നതിൽ ഹെൽത്തിയാണ്, വളരെ ഹെൽത്തി ആയിട്ടുള്ള റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. ഡെയിലി സെക്സ് ചെയ്യുന്നതുകൊണ്ട് എന്താണ് പ്രശ്നമുള്ളത്? ഒരു പ്രശ്നമില്ല. സെക്സ് ചെയ്യുന്നത് ഏറ്റവും, സെക്സ് എന്ന് പറയുമ്പോൾ ആളുകൾ ഇതിങ്ങനെ പുറപ്പെട്ടു പോകുന്നു എന്നുള്ളതല്ല. നമുക്ക് എത്ര ഹോർമോൺ റിലീസ് ആവുന്നുണ്ട്, സ്ട്രെസ്സ് കുറയുന്നുണ്ട്, നല്ല ഉറക്കം കിട്ടുന്നുണ്ട്. അത് മാത്രമല്ല പാർട്ട്നേഴ്സ് തമ്മിലൊരു ഇമോഷണൽ കണക്ഷൻ ഇല്ലേ, നമ്മൾ പറയാമല്ലോ ഒരു ഇന തുണ എന്നൊക്കെ പറയുന്ന ഒരു പുതപ്പ് പോലെയാണെന്ന് പറയാറില്ലേ, അത്രയും ഒരു ബോണ്ടിങ് നമുക്ക് വരണമെങ്കിൽ ഡെയിലി സെക്സ് എന്ന് മാത്രമല്ല, കീപ്പ് ഇൻ ടച്ച്. നിങ്ങൾ ബെഡിൽ നിന്ന് മാറിക്കിടക്കാതിരിക്കുക. വൺസ് നിങ്ങൾ മാറിക്കിടന്ന പിന്നെ പുരുഷനും സ്ത്രീക്കും അത് ശീലമാവും. പിന്നെ ആ ആളില്ലാതെയും ജീവിക്കാമെന്ന് പറയുന്ന, ഞാൻ എൻ്റെ വരുന്ന കപ്പിൾ സെഷനൊക്കെ എല്ലാവരോടും പറയുന്ന ഒരു കാര്യം, നിങ്ങൾ എന്ത് വഴക്ക് വേണമെങ്കിലും ഉണ്ടായിക്കോ, പക്ഷെ മാറിക്കിടക്കരുത്. വൺസ് നിങ്ങൾ മാറിക്കിടന്ന ബോഡിയും ബ്രെയിനും അത് പഠിക്കും. അപ്പോൾ മാറിക്കിടക്കാതിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഡെയിലി സെക്സ് എന്നല്ല, നിങ്ങൾക്ക് ഡെയിലി 1, 2, 3 ഒക്കെ ആവുകയാണെങ്കിലും അത് പ്രശ്നമല്ല. പക്ഷെ നമുക്ക് എപ്പോഴും അത് പറ്റിയെന്ന് വരില്ല. നമ്മൾ ജോലിക്ക് പോകുന്നവരാണ് നമുക്ക്. പക്ഷേ ഇപ്പോഴത്തൊക്കെ നമുക്ക് US നിന്ന് UK എന്നൊക്കെ വരുന്ന ക്ലയൻറ്റിനൊക്കെ എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല, അവർ ടൈം പീരീഡ് വെച്ചിട്ടാണ് സെക്സ് ചെയ്യുക. ഞാൻ വെള്ളിയാഴ്ചയാണ് സെക്സ് ചെയ്യുക. എന്ത് വെള്ളിയാഴ്ച എന്താണ് സെക്സ് ചെയ്യുക? ഞങ്ങൾ തിങ്കളാഴ്ച അവൾക്ക് ഡ്യൂട്ടി ഉണ്ട്, പിന്നെ ഞങ്ങൾ 2 പേർക്കും ഡ്യൂട്ടി ഉള്ളത് ഇങ്ങനെയാണ്, നമ്മൾ മോർണിംഗ് ആയിരിക്കും. അപ്പോൾ അങ്ങനെയല്ല, അതിന് നമ്മൾ ഒരു നല്ല സെക്സ്, ഒരു ഗ്രേറ്റ് സെക്സ് എന്ന് പറയുന്നത് ആക്ച്വലി
നമ്മൾ കുറച്ച് മുൻപേ ഇപ്പോൾ നമ്മൾ ഇന്ന് രാത്രി സെക്സ് ചെയ്യുകയാണെന്ന് വിചാരിച്ചു. അപ്പോൾ കോളിലൂടെയോ റൊമാൻസ് ആയിക്കോട്ടെ, അതിനൊരു പ്രിപ്പറേഷൻ വേണം. മീൻസ് ലൈക്ക് അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സാരി യൂസ് ചെയ്യുന്നത്, ലിഞ്ചറീസ് യൂസ് ചെയ്യുന്നത്, ഡിഫറെൻറ്റ് ഒരേ കട്ടിൽ ഒരേ കിടക്ക ഇത് കാണുന്നതിനേക്കാൾ ഡിഫറെൻ്റ് ആയിട്ട് നമ്മൾ ആ റൂമിനെ ക്രിയേറ്റ് ചെയ്യുന്നതും. ഇപ്പോൾ ഒരു ഹണിമൂൺ ഫേസിൽ എന്തുകൊണ്ടാണ് സെക്സ് നമുക്ക് അടിപൊളിയായിട്ട് ഫീൽ ചെയ്യുന്നത് വെച്ചാൽ ഡിഫറെൻറ്റ് നേച്ചറാണ്, ഡിഫറെൻ്റ് ആയിട്ടുള്ള സിറ്റുവേഷനാണ്, മൈൻഡ് വളരെ ഫ്രീ ആണ്. അപ്പോൾ നമ്മൾ ഇതിനെ അപ്ഡേറ്റ് ചെയ്യാന്ന് പറയുന്നൊരു കാര്യമുണ്ട്. സെക്സ് അപ്ഡേറ്റ് ചെയ്തില്ലെങ്കിൽ പുരുഷനും മടുക്കും. ഓക്കെ, ഓഫ് കോഴ്സ്. കാരണം പുരുഷൻ പോളിഗമിയാണ്, സ്ത്രീയും പോളിഗമി തന്നെയാണ് കേട്ടോ, അല്ലാതൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ നമ്മൾ എത്ര സ്നേഹം വേറെയാണ്, ക്രഷ് വേറെയാണ്, ലസ്റ്റ് വേറെയാണ്. ഇത് എപ്പോഴും നിലനിൽക്കണമെങ്കിൽ നമ്മൾ എഫേർട്ട് ഇട്ടേ പറ്റൂ. രണ്ടുപേരും എഫേർട്ട് ഇടുന്നിടത്താണ് അടിപൊളി. ഇതിൽ ഒരാൾ മാത്രം എഫേർട്ട് ഇട്ടാലും ബോറാവും. അപ്പം നമ്മൾ ആ എഫേർട്ട് ഇട്ട് ഒരു ഇപ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കോംപ്ലിമെൻറ്റ് ചെയ്യുക. മീൻസ് ഒരു നല്ലൊരു ഡ്രസ്സ് ഇട്ടു, അടിപൊളിയാണ് കേട്ടോ എന്ന് പറയുമ്പോൾ നമുക്ക് ആ ഒരു ദിവസം അടിപൊളിയാവാൻ നല്ലതാണ്. അല്ലെങ്കിൽ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത്, അല്ലെങ്കിൽ ഒരു നല്ല ബാക്ക്ഗ്രൗണ്ട്, നല്ല മ്യൂസിക്, ഇതൊക്കെ കൊടുത്ത് നമ്മൾ അതിന് എഫേർട്ട് ഇടുമ്പോഴാണ് നമുക്ക് മടുപ്പ് വരാതിരിക്കുക. പക്ഷേ ഇത് ഒരേ ഇത് വരുന്ന സമയത്ത് അധികം നമ്മൾ പറയുന്നത് പ്രാരാബ്ദവും പ്രശ്നങ്ങളും, ബെഡ്റൂമിൽ കയറുമ്പോഴൊക്കെ ഈ പ്രശ്നങ്ങളാണ്. ഇപ്പോൾ കൂടുതൽ കപ്പിൾ സെഷനിലൊക്കെ നമ്മൾ കേൾക്കുന്നതെന്ന് വെച്ചാൽ ബെഡിൽ എത്തുമ്പോഴാണ് പ്രശ്നങ്ങൾ, അടി പിടി പിന്നെ മാറിക്കിടക്കുന്നു. പിന്നെ സെക്സ്ലെസ് മാരേജ് ഇപ്പോൾ ഭയങ്കരമായിട്ട് കാണുന്നുണ്ട്. അതായിരുന്നു എൻ്റെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് ഈ കല്യാണത്തിന് മുന്നേ ഇവർ ചിലപ്പോൾ പ്രേമിച്ചിട്ടായിരിക്കും കല്യാണം കഴിക്കുന്നുണ്ടാവുക. അപ്പോൾ ഈ പ്രേമിക്കുന്ന സമയത്ത് രണ്ടുപേരും തമ്മിൽ ഇപ്പോൾ ഓഫ് കോഴ്സ് കല്യാണത്തിന് മുന്നേ ഫിസിക്കൽ റിലേഷൻഷിപ്പ് ഉള്ള ആളുകളുണ്ട്, പ്രേമിച്ചിരിക്കുമ്പോൾ തന്നെ ഫിസിക്കൽ റിലേഷൻഷിപ്പ് ഉള്ള ആളുകളുണ്ട്. അതൊന്നും തെറ്റല്ല എന്ന് തന്നെയാണ് ഇപ്പോൾ ഉള്ള ആളുകൾ പറയുന്നത്. അപ്പോൾ പ്രേമിച്ചിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് ഉള്ള സമയത്ത് വളരെ എൻജോയ് ചെയ്ത് സെക്സ് ചെയ്ത ആളുകൾ ആഫ്റ്റർ മാരേജ് ഇതേ സെയിം വ്യക്തികളുമായി സെക്സ് ചെയ്യുമ്പോൾ ആ സെക്സിനോടുള്ള ഇൻട്രസ്റ്റ് പോലും കുറയുന്നു എന്ന് പറയുന്നു. അതെന്തുകൊണ്ടാണ് കല്യാണം എന്നൊരു ഇൻസ്റ്റിറ്റ്യൂഷന് ശേഷം പിന്നെ ആ ഒരു സെക്സ് കുറയുന്നത്? അല്ല, നമ്മളുടേതാണല്ലോ, പുതുമ നഷ്ടപ്പെട്ടല്ലോ. പുതുമ നഷ്ടപ്പെടുന്ന എന്തിനോട് നേടിയെടുത്തു കഴിഞ്ഞാൽ മനുഷ്യന് തോന്നുന്നതാണ്. അതല്ലാതെ വളരെ രസകരമായിട്ട് പോകുന്നവരുണ്ട് കേട്ടോ. ഈ സെക്സ്ലെസ് മാരേജ് എന്ന് പറയുന്നത് ഒരിക്കലും മോശമായിട്ടുള്ള കൺസെൻറ്റോട് കൂടി ഇന്ന് നമുക്ക് ചെയ്യേണ്ട കേട്ടോ എന്ന് പറഞ്ഞ് നിൽക്കുന്ന അന്ന് എനിക്ക് പറ്റൂല കേട്ടോ. അല്ല പിന്നെ അതുമായിട്ട് പൊരുത്തപ്പെട്ടു പോകുന്ന ആളുകളുണ്ട്, ഒരു പ്രശ്നമില്ല. പക്ഷെ എന്നാൽ അവർ തമ്മിൽ സ്നേഹമായിരിക്കും, ഒരു ഫ്രെയിം നോക്കുമ്പോൾ അവരൊക്കെ അടിപൊളി ഫാമിലി ലൈഫൊക്കെ ആയിരിക്കും. പക്ഷേ ഇവർ തമ്മിലിത് ശീലമായി, ഇവർക്ക് പരാതിയില്ല. പിന്നെ ആരെങ്കിലുമൊക്കെ പറയുമ്പോഴാണ് ഓ ഇല്ലല്ലോ എന്ന് തോന്നുന്നത്. അല്ലാതെ ഒരു പ്രോബ്ലം ആയിട്ട് പറയാറില്ല. പക്ഷെ ഒരാൾക്ക് ആവശ്യമുണ്ട്, മറ്റൊരാൾക്ക് ഇതില്ല എന്ന് പറയുമ്പോൾ ഇത് വലിയൊരു പ്രശ്നമാണ്. സ്ത്രീക്ക് ഇത് വേണം, പുരുഷന് ഇത് വേണ്ട എന്നുള്ളത് ആളുകളുണ്ട്. ഇപ്പം നമ്മളെപ്പോഴും പുരുഷൻ എപ്പോഴും സെക്ഷലി ഇഷ്ടമുള്ള ഒരാളും സ്ത്രീ ഇതിനോട് താല്പര്യമില്ലാത്തവരെന്നുള്ള ഒരു കൺസെപ്റ്റാണ് സെക്സിന്. നിർഭാഗ്യവശാൽ പറയട്ടെ, ഇഷ്ടംപോലെ പുരുഷന്മാർക്ക് സെക്സിൽ താല്പര്യമില്ല. ഇഷ്ടംപോലെ കേസുകൾ വരുന്നുണ്ട്. കുറേ സ്ത്രീകൾ പറയാറുണ്ട് എന്നോട് താല്പര്യമില്ല, എപ്പോഴും ഉറക്കമാണ്. ഈ ഉറക്കം ഇവര് 10-10:30 ഇവർ ഉറങ്ങും, ഇതിനു വേണ്ടിയിട്ട് എഫേർട്ട് എടുക്കുന്നില്ല. താല്പര്യമില്ലാത്ത എത്രയോ പുരുഷന്മാരുണ്ട്. ഇനി ഭാര്യയോട് താല്പര്യമില്ല എന്നുള്ളതാണ് നമ്മൾ അറിയേണ്ടത്. പക്ഷെ അവർക്ക് ഒരു വ്യക്തിയോട് പെട്ടെന്ന് മടുപ്പ് വരും. മീൻസ് പരാതി പറയുമ്പോൾ, പ്രശ്നങ്ങൾ പറയുമ്പോൾ, ഈവൻ ഇവരുടെ ഇടയിൽ ഒരു ട്രസ്റ്റ് ഇഷ്യൂ വന്നു, ഒരു എന്തെങ്കിലും ഒരു റെസ്പെക്റ്റ് ഇല്ല എന്നൊക്കെ തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു അട്രാക്ഷൻ കുറയും. നമുക്ക് ബേസിക്കലി നമുക്ക് റെസ്പെക്റ്റ് ഇല്ല എന്ന് പറയുന്ന ഒരു ആ ബന്ധത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വാല്യൂ തരുന്നില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പാർട്ട്ണറിനോട് ഫീലിംഗ് വരില്ല. ഓക്കെ, ഈ സെക്സ്ലെസ് മാരേജിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഒരു സൈഡ് ഭാര്യയുണ്ട്, അല്ലെങ്കിൽ ഒരു സൈഡ് ഇവർക്ക് ഹസ്ബൻഡ് ഉണ്ട്. പക്ഷെ അത് ഒരു ഫോർ നെയിം സേക്കാണ്, അല്ലെങ്കിൽ കുട്ടികൾക്ക് വേണ്ടി കണ്ടിന്യൂ ചെയ്യുന്ന ഒരു റിലേഷൻഷിപ്പാണ്. അല്ലെങ്കിൽ ചില സമയത്ത് ഈ ഭാര്യയായിട്ട് സെക്ഷുവൽ റിലേഷൻഷിപ്പ് ഉണ്ടാവും, ബട്ട് അറ്റ് ദ സെയിം ടൈം ഇപ്പുറം അവർ മറ്റാളുകളുമായിട്ട് സെക്ഷുവൽ റിലേഷൻഷിപ്സ് ഉണ്ടാവും. അതെന്തുകൊണ്ടാണ് എന്നിട്ട് അവർ പറയുന്നത് അതെൻ്റെ ഭാര്യയാണ്, എനിക്ക് അവരോടൊരു കമ്മിറ്റ്മെൻറ്റിൻ്റെ സ്നേഹമുണ്ട് എന്ന് വിചാരിച്ചിട്ട് എനിക്ക് വേറൊരാളുമായി ഒരു പ്ലഷറിൽ ഏർപ്പെടുന്നതിനെ കൊണ്ട് എന്താണ് തെറ്റ് എന്ന് പറഞ്ഞ് ന്യായീകരിക്കുന്ന ആളുകളും ഉണ്ട്. അതെ, ഇത് തെറ്റാണോ ശരിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് ഫിസിക്കൽ നീഡാണ്, ഒന്ന് ഇമോഷണൽ നീഡാണ്. അപ്പം നമ്മൾ നമ്മുടെ പാർട്ട്ണറിൽ നിന്ന് ഒരിക്കലും സന്തോഷവും സമാധാനവും എൻ്റർടൈൻമെൻറ്റും ഒന്നിച്ച് കിട്ടില്ല. ഓക്കെ,
അല്ലേ? ഈ എക്സ്ട്രാ മാരിറ്റൽ അഫെയറിലെ എല്ലാ കേസിലും നിങ്ങൾ എടുത്തു നോക്കിയാൽ മനസ്സിലാവും. എന്നെ പരിഗണിക്കുന്നില്ല, ചോറ് കഴിക്കാൻ വിളിച്ചിട്ടില്ല, വിളിച്ചന്വേഷിച്ചില്ല എന്ന് പറയുന്നത്. പക്ഷേ ഈ വൈഫ് എന്തായിരിക്കും, വൈഫിൻ്റെ കുട്ടികളെ നോക്കണം. ഈ ചെറിയ ആ ഹിസ്റ്ററി, നമ്മളവരുടെ ഫാമിലി ഹിസ്റ്ററിയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ആദ്യത്തെ വർഷം കഴിഞ്ഞ് രണ്ടാമത്തെ വർഷത്തേക്ക് അടുത്ത കുട്ടി 4 കുട്ടി 5 കുട്ടി എന്ന് പറഞ്ഞ പോലെ തന്നെ ഗ്യാപ്പില്ലാതെ വരുമ്പോൾ കുഞ്ഞുങ്ങളെ നോക്കുന്ന പ്രശ്നങ്ങളുണ്ടാവും, സാമ്പത്തിക ബുദ്ധിമുട്ട്. അപ്പോൾ എപ്പോഴും ഒരു സ്ത്രീക്ക് ആക്റ്റീവായിട്ട് ഇരിക്കാൻ പറ്റില്ല. പുരുഷൻ അങ്ങനെയല്ല. പുരുഷൻ മെന്റലി വളരെ ഫ്രീ. അവനൊരു പ്രശ്നം ഉണ്ടെങ്കിൽ അവൻ പുറത്തേക്ക് പോകും. സ്ത്രീ അങ്ങനെയല്ല. സ്ത്രീ സ്റ്റക്കാണ്. സ്ത്രീക്ക് അത് ക്ലിയർ ചെയ്തിട്ട് തന്നെ മുന്നോട്ട് പോകണം. അപ്പം ഇങ്ങനത്തെ കേസിൽ എന്നൊക്കെ പറയുന്നത് ഹസ്ബൻഡ്സ് പലപ്പോഴും ഇതൊരു ഹസ്ബൻഡ്സ് എന്ന് പറയാൻ പറ്റില്ല. മീൻസ് സ്ത്രീകളാണെങ്കിലും മറ്റൊരാളായിട്ട് റിലേഷൻഷിപ്പ് വെക്കുന്നത് ചിലപ്പം ഇമോഷണൽ അൺഅവൈലബിലിറ്റി, മേ ബി ഫോൺ യൂസ് ഭയങ്കര പ്രശ്നമാണ്, ഫോൺ അഡിക്ഷൻസ് വലിയ പ്രശ്നമാണ്. ഇപ്പോൾ ഭാര്യമാർ പറയാറുണ്ട്, എന്നെ വെച്ചുകൊണ്ട് തന്നെ ഫോൺ കാണാറുണ്ട്, ഫോൺ കണ്ടാലേ അയാൾക്ക് എറക്ഷൻ വരും എന്ന് പറയുന്ന സ്ത്രീകളുണ്ട്. മറ്റുള്ള സ്ത്രീകളെ കുറിച്ചിട്ട് സംസാരിച്ചാലേ എറക്ഷൻ വരും എന്ന് പറയുന്ന കഴിഞ്ഞ ആഴ്ച ഞാനൊരു കേസ് അറ്റൻഡ് ചെയ്തതാണ്. ആ ലേഡി പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ള സ്ത്രീകളുടെ ശരീരം വർണ്ണിച്ചു കഴിഞ്ഞാൽ മാത്രമാണ് ആ ഫീല് വരുന്നുള്ളൂ. അപ്പം അങ്ങനത്തെ വളരെ വിയേർഡായിട്ടുള്ള കേസുകളും വരാറുണ്ട്. കാരണം വെച്ചാൽ അത്രയധികം പോൺ സൈറ്റ് അല്ലെങ്കിൽ പോൺ വീഡിയോസിൽ അഡിക്റ്റാണ് ആളുകൾ. അപ്പോൾ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ആളുകൾ പോകുമ്പോൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള സെക്സ്, ഇപ്പോൾ പ്രായം കൂടുതലായിട്ടുള്ള ആളുകളോട് സെക്സ് തോന്നുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ പാർട്ട്ണർ അത്രയും സെക്ഷലി എക്സ്പീരിയൻസ്ഡ് ആയിട്ടായിരിക്കില്ല. പക്ഷേ പ്രായമുള്ള ആളുകൾ, അവർക്ക് സെക്ഷൽ എക്സ്പീരിയൻസ് ഉണ്ട്. ദേ നോ ഹൗ ടു പ്ലഷർ എ മാൻ അല്ലെങ്കിൽ ഹൗ ടു പ്ലഷർ എ വിമൻ എന്നുള്ളത് ഓപ്പോസിറ്റുള്ള ആളുകൾക്ക് മനസ്സിലാവും. പിന്നെ ഇത് കിട്ടാക്കനിയാണ്, അതുകൊണ്ട് ഇതിനോട് അട്രാക്ഷൻ തോന്നും. പക്ഷെ ലോയലിറ്റി എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങൾക്കൊരു ബന്ധത്തിൽ നിന്ന് പോകണമെങ്കിൽ മാന്യമായിട്ട് ഇറങ്ങിപ്പോവാം, പറഞ്ഞു പോവാം, എനിക്കിങ്ങനെ പറ്റുന്നില്ല, അല്ലെങ്കിൽ എനിക്ക് ഫിസിക്കൽ നീഡ് ആവശ്യമുണ്ട്, പക്ഷേ എനിക്ക് ഈ ബന്ധത്തിൽ നിന്ന് സന്തോഷമില്ല, സമാധാനമില്ല, എനിക്ക് വളരാൻ സാധിക്കുന്നില്ല എങ്കിൽ ഡിവോഴ്സ് ഈസ് എ ബെസ്റ്റ് ഓപ്ഷൻ. അതല്ലാതെ വെറുതെ പെട്രോൾ അടിച്ച് കത്തിക്കുക. ഇപ്പോൾ ഈ മലപ്പുറത്ത് തന്നെ റീസെൻ്റ് ആയിട്ട് എത്ര ഇത് കണ്ടു, ട്രിവാൻഡ്രത്ത് കഴുത്ത് ഞെരിച്ചു കൊല്ലുക. കൊല്ലണ്ടല്ലോ, എന്തിനാ കൊല്ലണത്? നിങ്ങൾക്ക് മാന്യമായിട്ട് ജീവിക്കാനുള്ളത്. ലൈഫ് എന്ന് പറയുന്നത് 1, 2, 3 അല്ല, കല്യാണം കഴിച്ചു എന്നുള്ളതല്ല. ജീവിക്കുന്ന ആൾ വരെ നിങ്ങൾ ഹാപ്പി ആയിട്ട് ജീവിക്കുക എന്നുള്ളതാണ്. പല കേസിലും നമ്മൾ കാണും, അയ്യോ കല്യാണം ഉറപ്പിച്ച് ഇനി കല്യാണം മുടക്കാൻ പറ്റില്ല, പിന്നെ പറയും ഒരു കുട്ടിയായി കല്യാണം ഇതാക്കാൻ പറ്റില്ല, പിന്നെ പറയും 2 കുട്ടികളായാലും അഡ്ജസ്റ്റ് ചെയ്തൂടെ, ലാസ്റ്റ് എല്ലാം കൂടെ ആത്മഹത്യ ചെയ്യുമ്പോൾ പറയുന്നത് നേരത്തെ പറയായിരുന്നില്ലേ. നിങ്ങൾക്ക് ധൈര്യം വേണം, ജീവിക്കാൻ നിങ്ങൾക്ക് കറേജ് വേണം, സ്ട്രോങ് ആവണം. അത് അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് ലൈഫിൽ ഒരുപാട് സങ്കടപ്പെടേണ്ടി വരും.